നമസ്കാരം. ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. ഇന്ത്യയിൽ നിന്നുള്ള ഈ വർഷത്തെ ഹജ്ജ് വിമാന സർവീസ് നാളെ ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ മദീനയിലേക്കാണ് തീർത്ഥാടകർ എത്തുന്നത്. കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാന സർവീസ് മെയ് 10-നാണ് തുടങ്ങുക. ഹൈദരാബാദിൽ നിന്നാണ് ഇത്തവണ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം പുറപ്പെടുന്നത്. സൗദി എയർലൈൻസിന്റെ SV-3069 വിമാനത്തിൽ നാളെ രാവിലെ 5:50 സംഘം മദീനയിലെത്തും. 289 തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിലുള്ളത്. നാളെ ഇന്ത്യയിൽ നിന്നും 3 വിമാനങ്ങളിലായി 1020 തീർത്ഥാടകർ മദീനയിലെത്തും. രണ്ടാമത്തെ വിമാനം ലക്നൌവിൽ നിന്ന് രാവിലെ 5:55 മൂന്നാമത്തെ വിമാനം മുംബൈയിൽ നിന്ന് വൈകുന്നേരം 7:30 മദീനയിലെത്തും. 1,22,518 തീർത്ഥാടകരാണ് ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി വഴി ഇത്തവണ ഹജ്ജ് നിർവഹിക്കുന്നത്. ഇതിൽ 50,000-ഓളം തീർത്ഥാടകർ മദീനയിലിറങ്ങും. ബാക്കിയുള്ളവരുടെ വിമാന സർവീസുകൾ ജിദ്ദയിലേക്കാണ്. മദീനയിലെത്തുന്ന തീർത്ഥാടകർ 8 ദിവസത്തെ സന്ദർശനം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിക്കും. കേരളത്തിൽ നിന്നും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ വിമാന സർവീസുകൾ മെയ് 10-ന് ആരംഭിക്കും. ആദ്യ ദിവസം കരിപ്പൂരിൽ നിന്ന് 2 വിമാനങ്ങൾ ജിദ്ദയിലേക്ക് സർവീസ് നടത്തും. കണ്ണൂരിൽ നിന്ന് മെയ് 11-നും കൊച്ചിയിൽ നിന്ന് മെയ് 16-നും ഹജ്ജ് വിമാന സർവീസുകൾ ആരംഭിക്കും. അതേസമയം സ്വകാര്യ ഹജ്ജ് കോട്ടയിലെ അനിശ്ചിതത്വം ഇനിയും അവസാനിച്ചിട്ടില്ല. 52,500-ഓളം വരുന്ന ഇന്ത്യയുടെ സ്വകാര്യ ഹജ്ജ് കോട്ടയിൽ 10,000-ഓളം പേർക്ക് മാത്രമാണ് ഇതുവരെ അവസരം ലഭിച്ചിട്ടുള്ളത്. ജലീൽ കണ്ണമംഗലം, 24 ജിദ്ദ. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാനുള്ള പേപ്പൽ കോൺക്ലേവ് മെയ് 7 മുതൽ നടക്കും. സിസ്റ്റൻ ചാപ്പൽ നടക്കുന്ന കോൺക്ലേവിൽ വോട്ടവകാശമുള്ള 135 കർദിനാൾമാർ പങ്കെടുക്കും. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയാകും. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നതുവരെ വോട്ടെടുപ്പ് തുടരും. വത്തിക്കാനിൽ നിന്നും 24 എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വത്തിക്കാനിലെ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാനുള്ള കോൺക്ലേവ് മെയ് 7-ാം തീയതി ആരംഭിക്കുകയാണ്. സിസ്റ്റൈൻ ചാപ്പൽ ഉൾക്കൊള്ളുന്ന മ്യൂസി വത്തിക്കാനിയുടെ മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ് ഒരുപക്ഷെ അടുത്ത ലോകത്തെ അല്ലെങ്കിൽ കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സിസ്റ്റൈൻ ചാപ്പൽ ഉള്ളത്. സിസ്റ്റൈൻ ചാപ്പലിൽ വെച്ചാണ് പരമ്പരാഗതമായി മാർപ്പാപ്പമാരെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്നത്. മെയ് 7-ാം തീയതി 135 വോട്ടിംഗ് അവകാശമുള്ള കർദിനാൾമാർ ഇതിനുള്ളിലെ സിസ്റ്റൈൻ ചാപ്പലിൽ കയറും. സിസ്റ്റൈൻ ചാപ്പലിലെ 135 കർദിനാൾമാരായിരിക്കും കത്തോലിക്ക സഭയെ 140 കോടി വിശ്വാസികളുള്ള കത്തോലിക്ക സഭയെ നയിക്കാനുള്ള പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കുക. ആ മാർപ്പാപ്പ 2000 വർഷത്തെ കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ 267-ാമത്തെ മാർപ്പാപ്പയായിരിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമി. ഇത് സംബന്ധിച്ചുള്ള വോട്ടെടുപ്പല്ല, സിസ്റ്റൈൻ ചാപ്പലിലെ മാർപ്പാപ്പയുടെ തെരഞ്ഞെടുപ്പ് മെയ് 7-ാം തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ കാണുന്ന മതില് വത്തിക്കാനിലേക്കുള്ള മതിലാണ്. ഈ മതിലിൻ്റെ ചുറ്റും ഏതാണ്ട് 108 ഏക്കർ സ്ഥലമാണുള്ളത്. ആ 108 ഏക്കർ സ്ഥലത്താണ് വത്തിക്കാൻ, ദ സ്മോളസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്. വത്തിക്കാൻ ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമാണ്. അതിൻ്റെ തലവൻ മാർപ്പാപ്പയാണ്. മാർപ്പാപ്പ ഒരേ സമയം വത്തിക്കാൻ്റെ രാജ്യത്തിൻ്റെ തലവനാണ്. 140 കോടി ജനങ്ങളുടെ വിശ്വാസികളുടെ, കത്തോലിക്ക വിശ്വാസികളുടെ തലവനാണ്. ഒപ്പം തന്നെ റോമിലെ മെത്രാനാണ്. റോമിൻ്റെ മെത്രാൻ എന്ന് പറയുന്നത് മാർപ്പാപ്പയെ തന്നെയാണ്. അങ്ങനെ 3 ടൈറ്റിൽ മാർപ്പാപ്പയ്ക്കുണ്ട്. ഒരുപക്ഷെ ഫ്രാൻസിസ് മാർപ്പാപ്പ വന്നതോടെ ഒരു സ്പിരിച്വലായിട്ടുള്ള രാഷ്ട്രീയ അധികാരം കൂടി ഉണ്ടായിരിക്കുന്നു. കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം, യുക്രൈൻ യുദ്ധം, ഇതിലൊക്കെ അതിശക്തമായ നിലപാടെടുത്ത മാൻ ഓഫ് കൺവിക്ഷൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആരായിരിക്കുമെന്നതിനെക്കുറിച്ച് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. അതിനിടയിലാണ് മെയ് 7 ഒരു എലക്ഷൻ, മാർപ്പാപ്പയ്ക്ക് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒമാനിലെ മാൾ ഓഫ് മസ്കത്തിന്റെ നടത്തിപ്പ് ചുമതല ഇനി ലുലു ഗ്രൂപ്പിന്. ഇത് സംബന്ധിച്ച കരാറിൽ ലുലു ഗ്രൂപ്പും ഒമാൻ സർക്കാർ സോവറിൻ ഫണ്ടായ തമാനി ഗ്ലോബലും ഒപ്പുവച്ചു. ഒമാൻ വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന വകുപ്പ് മന്ത്രി ഖായിസ് മുഹമ്മദ് അൽ യൂസഫ്, ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ MA യൂസഫ് അലി എന്നിവരുടെ സാന്നിധ്യത്തിൽ ലുലു ഗ്രൂപ്പ് ഡയറക്ടർ AV ആനന്ദും തമാനി ഗ്ലോബൽ ബോർഡ് മെമ്പർ അബ്ദുൽ അസീസ് അൽ മഹ്റൂഖിയുമാണ് കരാറിൽ ഒപ്പുവച്ചത്. 2000 കോടി രൂപയുടെ മുതൽ മുടക്കിൽ നിർമ്മിച്ച മാളിലെ സൗകര്യങ്ങൾ കൂടുതൽ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഉപഭോക്തൃ സേവനം ഏറ്റവും മികച്ചതാക്കാനുമാണ് ലുലു ഹോൾഡിംഗ്സും തമാനി ഗ്ലോബലും കൈകോർക്കുന്നത്. മാൾ ഓഫ് മസ്കറ്റ് നടത്തിപ്പ് ചുമതല ലുലു ഗ്രൂപ്പിന് ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഇതിന് അവസരം നൽകിയ ഒമാൻ സുൽത്താനും ഒമാൻ ഭരണകൂടത്തിനും നന്ദി അറിയിക്കുന്നതായും MA യൂസഫ് അലി പറഞ്ഞു. ഉപഭോക്താക്കൾക്ക് ഏറ്റവും ആധുനിക സേവനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം.
പദ്ധതിയുടെ സ്ട്രാറ്റജിക് അഡ്വൈസറായി തമാനി ഗ്ലോബൽ ലുലു ഹോൾഡിംഗ്സിനൊപ്പം പ്രവർത്തിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. 20 ലക്ഷത്തിലധികം ചതുരശ്രയടി വിസ്തീർണമുള്ള മോൾ ഓഫ് മസ്കറ്റിൽ ഒമാൻ അക്വേറിയം, ലുലു ഹൈപ്പർ മാർക്കറ്റ്, നോവോ സിനിമാസ് അടക്കം 200ഓളം റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. 24 ഒമാൻ. സൗദി അറേബ്യയിലെ പ്രമുഖ കാർഗോ ഗ്രൂപ്പായ എയർലിങ്ക് കാർഗോയുടെ പുതിയ ശാഖ മദീനയിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലേക്ക് സാധനങ്ങൾ അയക്കാൻ മികച്ച ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹജ്ജ് സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ തീർത്ഥാടകരുടെ സാധനങ്ങൾ ചുരുങ്ങിയ നിരക്കിൽ നാട്ടിലെത്തിക്കാൻ മികച്ച അവസരമാണ് എയർലിങ്ക് ഒരുക്കുന്നത്. എയർലിങ്ക് കാർഗോ ഏജൻസിയുടെ 55ാമത്തെ ശാഖയാണ് പുണ്യനഗരമായ മദീനയിൽ പ്രവർത്തനം ആരംഭിച്ചത്. മദീനയിലെ ഖിബലത്തൈൻ മസ്ജിദിനും കിങ് ഫഹദ് ഹോസ്പിറ്റലിനും ഇടയിലാണ് പുതിയ ഷോറൂം പ്രവർത്തിക്കുന്നത്. പ്രമുഖരുടെ സാന്നിധ്യത്തിൽ MD ബന്ദർ അബ്ദുള്ള അൽ ഷഹരി, മുഹമ്മദ് ഫായിസ് ഷാജി എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നാട്ടിലേക്ക് കാർഗോ അയക്കാൻ മികച്ച ഓഫറുകളുണ്ടാകുമെന്ന് മാനേജർ ഹാരിസ് ചേറൂർ പറഞ്ഞു. സീ കാർഗോ കിലോയ്ക്ക് 5.95 റിയാലും എയർ കാർഗോ കിലോയ്ക്ക് 11.95 റിയാലുമാണ് ഈടാക്കുന്നത്. പ്രത്യേക ഓഫറുകളുണ്ട്. സീ കാർഗോ വരുന്നത് 5.95, എയർ കാർഗോ വരുന്നത് 11.95. ഇത് കുറച്ചു കാലത്തേക്കാണ് ഈ ഓഫർ കൊടുത്തിരിക്കുന്നത്, 3 മാസം. ഈ ഓഫർ വരുന്നത് ഓൾ ഓവർ ഇന്ത്യയാണ് ഉദ്ദേശിക്കുന്നത്. നോർമൽ സാധനങ്ങളെല്ലാം അയക്കാം ഈ റേറ്റിൽ. ചെറിയ സാധനത്തിനൊന്നും ഡ്യൂട്ടി ഈടാക്കുന്നില്ല. ജനറൽ സാധനങ്ങളെല്ലാം നമുക്ക് ഈ റേറ്റിൽ അയച്ചിടാം. ചുരുങ്ങിയ നിരക്കിൽ വളരെ വേഗത്തിൽ സുരക്ഷിതമായി സാധനങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനാലാണ് ഉപഭോക്താക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുന്നതെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ പറഞ്ഞു. ഹജ്ജ് സീസണിൽ സാധനങ്ങൾ നാട്ടിലേക്ക് അയക്കുന്ന തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം മികച്ച അവസരമാണ് മദീനയിലെ ശാഖ നൽകുന്നതെന്നും ഹാരിസ് പറഞ്ഞു. മാനേജർമാരായ സുഫൈദ് കണ്ണൂർ, സുബൂർ എന്നിവരും മദീനയിലെ സാമൂഹിക സാംസ്കാരിക സംഘടനാ പ്രതിനിധികളും ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. ജലീൽ കണമംഗലം, 24 ജിദ്ദ. കേരളം ഒമാൻ ഏകദിന ക്രിക്കറ്റ് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. 4 ഏകദിനമുള്ള പരമ്പരയിൽ ഇരു ടീമുകളും 2 വീതം കളികൾ ജയിച്ചു. അൽ അമറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിലാണ് മത്സരങ്ങൾ നടന്നത്. അവസാന ഏകദിനത്തിൽ കേരളം തോൽവി വഴങ്ങിയതോടെയാണ് 4 ഏകദിനമുള്ള പരമ്പരയിൽ ഇരു ടീമുകളും 2 വീതം കളികൾ ജയിച്ച് സമനിലയിൽ എത്തിയത്. 5 വിക്കറ്റിനായിരുന്നു അവസാന ഏകദിനത്തിൽ ഒമാൻ വിജയിച്ചത്. കേരളം ഉയർത്തി 234 റൺസിന്റെ വിജയലക്ഷ്യം 44 ഓവറിൽ ഒമാൻ മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത കേരളം ഉയർത്തിയ 234 റൺസ് വിജയലക്ഷ്യം മുഹമ്മദ് നദീമിന്റെയും മുജീബുർ അലിയുടെയും മിന്നും പ്രകടനത്തിലൂടെ 44 ഓവറിലാണ് ഒമാൻ ജയിച്ചു കയറിയത്. കേരള ക്രിക്കറ്റ് ആദ്യമായിട്ടാണ് ഒമാനിൽ ക്രിക്കറ്റിന് വേണ്ടി വരുന്നത്. 4 വൺ-ഡേ മാച്ചാണ് നമ്മൾ ഒമാൻ ടീമിനെതിരെ കളിച്ചത്. 4 നല്ല മാച്ചായിരുന്നു. പിന്നെ ഒമാൻ ക്രിക്കറ്റിന്റെ ഫെസിലിറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് നമ്മൾ എൻജോയ് ചെയ്ത്, അതേപോലെ തന്നെ അത്യാവശ്യം കോമ്പറ്റീറ്റീവായിട്ട് തന്നെ 2 ടീമും 4 മാച്ചും കളിച്ചെന്ന് വേണം പറയാൻ. നല്ല വിക്കറ്റ്സ് ആണ്. 3 മാച്ച് നമ്മൾ അണ്ടർ ലൈറ്റ്സ് ആണ് കളിച്ചത്. 1 മാച്ച് ഡേ മാച്ചായിരുന്നു. താങ്ക് യു സോ മച്ച് ഒമാൻ ക്രിക്കറ്റ് ആൻഡ് വി റിയലി എൻജോയ്ഡ് ഇറ്റ്. 94 പന്തിൽ 74 റൺസ് എടുത്ത ഷോൺ റോജർ മാത്രമാണ് കേരള നിരയിൽ ഫോം കണ്ടെത്താനായത്. അഭിഷേക് നായർ 32, രോഹൻ കുന്നുമൽ 22 എന്നിങ്ങനെ റൺസുമായി മടങ്ങി. കേരളത്തിന് വേണ്ടി ഷോൺ റോജർ 2 വിക്കറ്റും ഏതൻ ആപ്പിൾ ടോം, അഹമ്മദ് ഇമ്രാൻ, നിതീഷ് എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. പരമ്പരയിൽ 2 സെഞ്ചുറികൾ രോഹൻ കുന്നുമൽ നേടിയിരുന്നു. എനിക്കും എൻ്റെ ടീമിന് നല്ലൊരു ടൂർണമെന്റ് ആയിരുന്നു. നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. 2-2 എന്നുള്ള ലെവലിലാണ് ഈ സീരീസ് ഫിനിഷ് ചെയ്തത്. ഒരുപാട് ലേണിങ്സ് ഉണ്ട് ഈ ടൂർണമെന്റിൽ നിന്ന്. ഓരോ പുതിയ പ്ലേയേഴ്സിന് കുറേ ചാൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഓരോരുത്തരായിട്ട് പെർഫോം ചെയ്ത് വരുന്നുണ്ട്. ആസ് എ ടീം നമ്മളൊരു എന്താ പറയുക, ഏത് ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നമുക്കൊരു മനസ്സിലാക്കിയിട്ടുണ്ട്. ആൻഡ് ഇനി വരുന്ന ടൂർണമെന്റ്സിന് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. 47.3 ഓവറിൽ 233 റൺസിനാണ് കേരള ടീമിന്റെ എല്ലാ വിക്കറ്റും നഷ്ടമായത്. 24 ഒമാൻ. ജിദ്ദയിൽ നവോദയ ഷറഫിയ ഏരിയ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സോക്കർ ഫെസ്റ്റിന്റെ ഫിക്സ്ചർ പ്രകാശനം ചെയ്തു. ഫുട്ബോളാണ് ലഹരി, കളിക്കളമാണ് ആവേശമെന്ന പേരിൽ മെയ് 2 മുതൽ 23 വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ഖാലിദ് ബിൻ വലീദ് ബ്ലാസ്റ്റേഴ്സ് സ്റ്റേഡിയത്തിലാണ് ടൂർണമെന്റ്. 8 പ്രമുഖ സീനിയർ ടീമുകളും 8 വെറ്ററൻസ് ടീമുകളും ടൂർണമെന്റിൽ മാറ്റുരയ്ക്കും. ജിദ്ദ നവോദയ പ്രസിഡന്റ് കിസ്മത്ത് മമ്പാട് ഫിക്സർ പ്രകാശനം ചെയ്തു. ജനറൽ സെക്രട്ടറി ശ്രീകുമാർ മാവേലിക്കര, മുഖ്യ രക്ഷാധികാരി ഷിബു തിരുവനന്തപുരം, ട്രഷറർ CM അബ്ദുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. വാർത്താ സമ്മേളനത്തിൽ അമീൻ വേങ്ങൂർ, മുജീബ് പൂന്താനം, ഫൈസൽ കോടശ്ശേരി, ബിനു മുണ്ടക്കയം, ഇസ്ഹാഖ് പരപ്പനങ്ങാടി എന്നിവർ പങ്കെടുത്തു. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ യാത്രാ പ്രദർശനമേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ പുതിയ പതിപ്പിന് ദുബായിൽ തുടക്കം. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലാണ് മേള. 166 രാജ്യങ്ങളിൽ നിന്നുള്ള 2800 പ്രദർശകർ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. മേളയുടെ 32ാമത് പതിപ്പാണ് ഇത്തവണ നടക്കുന്നത്.
യാത്രാ വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ ചലനങ്ങളെ അടുത്തറിയാൻ അവസരമൊരുക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ മേള അതാണ് അറബിൻ ട്രാവൽ മാർക്കറ്റ്. ആഗോളയാത്ര, മെച്ചപ്പെട്ട കണക്ടിവിറ്റിയിലൂടെ നാളത്തെ സഞ്ചാരം വികസിപ്പിക്കുക എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ പ്രദർശനം നടക്കുന്നത്. മേളയുടെ 32ാമത് പതിപ്പിനാണ് ദുബായിൽ തിരിതെളിഞ്ഞത്. പുതിയ പതിപ്പിൽ 166 രാജ്യങ്ങളിൽ നിന്നുള്ള 2800-ലേറെ പ്രദർശകർ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. ഇതിൽ പകുതിയിലധികവും അന്താരാഷ്ട്ര പ്രദർശകരാണ്. മിഡിൽ ഈസ്റ്റിൽ നിന്ന് 33% പ്രദർശകരും പങ്കെടുക്കുന്നുണ്ട്. ഇന്ത്യയും മേളയിലെ സജീവ സാന്നിധ്യമാണ്. എയർ ഇന്ത്യ എക്സ്പ്രസ് തുടങ്ങിയ എയർലൈനുകൾ ഉൾപ്പെടെ ATM-ൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. കൂടാതെ ഗ്ലോബൽ സ്റ്റേജ്, ഫ്യൂച്ചർ സ്റ്റേജ്, ബിസിനസ് ഇവന്റ് സ്റ്റേജ് എന്നിങ്ങനെ 3 വ്യത്യസ്ത സ്റ്റേജുകളിലായി ATM പ്രത്യേക കോൺഫറൻസും അരങ്ങേറും. 24 ദുബായ്. കലാ കുവൈറ്റ് സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്തു. കുവൈറ്റിലെ പ്രവാസി മലയാളികൾക്ക് വ്യത്യസ്ത സാഹിത്യാനുഭവം നൽകി കലാ കുവൈറ്റ് സംഘടിപ്പിച്ച ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്ത ഫെസ്റ്റിൽ വിശിഷ്ടാതിഥികളായെത്തിയ ബെന്യാമിൻ, ഹരിത സാവിത്രി, പ്രിയ വിജയൻ ശിവദാസ്, ശരത് ചന്ദ്രൻ എന്നിവർക്കൊപ്പം വിവിധ സാഹിത്യ പ്രതിഭകൾ പങ്കെടുത്തു. മരുഭൂമിയിൽ ഇനിയെത്ര കഥകൾ ബാക്കിയുണ്ട്, സ്ത്രീപക്ഷ രചനകൾ തുടങ്ങി 8 സെഷനുകളിലായി സാഹിത്യ ചർച്ചകൾ നടന്നു. കുവൈറ്റിലെ എഴുത്തുകാരുടെ പുസ്തക പ്രദർശനവും ചിത്രകാരന്മാരുടെ ലൈവ് പോർട്രേറ്റ് ഡ്രോയിങ്ങും ഫെസ്റ്റിന്റെ ഭാഗമായി നടന്നു. ഇവിടെ പ്രവാസ ജീവിതത്തിന്റെ വിവിധ അനുഭവങ്ങൾ സാഹിത്യമായി ചർച്ച ചെയ്യുന്നതിൽ പങ്കാളിയാകാൻ കഴിഞ്ഞത് വലിയ സന്തോഷമാണെന്ന് ബെന്യാമിൻ പറഞ്ഞു. പ്രവാസി സ്ത്രീകളുടെ ശബ്ദങ്ങൾക്കും ഇവിടെ വലിയ പ്രസക്തിയുണ്ട് എന്ന് ഈ ഫെസ്റ്റിലൂടെ വീണ്ടും മനസ്സിലായതായി ഹരിത സാവിത്രി പറഞ്ഞു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ഭാഗമായി GCCയിലെ എഴുത്തുകാർക്കായി ഏർപ്പെടുത്തിയ പ്രഥമ MT സാഹിത്യ പുരസ്കാരം സമാപന സമ്മേളനത്തിൽ പുരസ്കാരത്തിനർഹനായ ജോസഫ് അതിരുങ്കലിന് പ്രശസ്ത എഴുത്തുകാരൻ അശോകൻ ചെരുവിൽ കൈമാറി. ഫെസ്റ്റിവലിന്റെ സമാപനത്തോടനുബന്ധിച്ച് മലയാളം കവിതകൾ നടന്ന വഴി ഓർമ്മിപ്പിച്ച് എഴുത്തച്ഛൻ മുതൽ മുരുകൻ കാട്ടാക്കട വരെയുള്ള കവികളുടെ 10 കവിതകൾ കോർത്തിണക്കിയ കാവ്യ വൈഖരി എന്ന നൃത്തസംഗീതാവിഷ്കാരം നടന്നു. കലാ കുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി TV ഹിക്മത്ത് സ്വാഗതം പറഞ്ഞു. ഫെസ്റ്റിവൽ ചെയർമാൻ പ്രേമൻ ഇല്ലത്ത് നന്ദി രേഖപ്പെടുത്തി. ജലിൻ തൃപ്രയാർ, 24 കുവൈറ്റ്. കുവൈറ്റിലെ പ്രമുഖ യോഗ പ്രചാരകയും സാമൂഹ്യ പ്രവർത്തകയുമായ ഷെയ്ഖ അൽ ജാബർ അൽ സബാഹിക്ക് ഭാരതത്തിന്റെ ഉയർന്ന സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ പുരസ്കാരം രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. 2025 ജനുവരി 25 പ്രഖ്യാപിച്ച ഈ പുരസ്കാരം യോഗ പഠന രംഗത്ത് കുവൈറ്റിൽ നടത്തിയ അതുല്യ സംഭാവനകൾക്കായാണ് ആദരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2024 ഡിസംബറിൽ കുവൈറ്റ് സന്ദർശിച്ചപ്പോൾ ഷെയ്ഖ അൽ സബാഹയെ അഭിനന്ദിച്ചിരുന്നു. പത്മശ്രീ പുരസ്കാരം നേടിയ ആദ്യ കുവൈറ്റ് പൗര എന്ന നിലയിൽ ഷെയ്ഖ അൽ സബാഹയുടെ ഈ നേട്ടം ഇന്ത്യ കുവൈറ്റ് സാംസ്കാരിക ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തും. ഗൾഫ് ഫോക്കസ് തുടരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ രാജ്യതലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകൾ. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈനിക നീക്കം, സുരക്ഷ ഉൾപ്പെടെ ചർച്ചയായി. ഭീകരാക്രമണത്തിന് ശേഷം മതഭേദമില്ലാതെ ഇന്ത്യ ഒറ്റക്കെട്ടായി നിന്നുവെന്ന് രാജ്നാഥ് സിംഗ്. പാക് അതിർത്തിയിൽ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഒപ്പുവച്ചു. അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുന്നതിനിടെയാണ് ഡൽഹിയിൽ നിർണായക യോഗങ്ങൾ. രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ചയിൽ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. സൈനിക നീക്കങ്ങൾക്ക് പുറമെ സുരക്ഷ, സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ എന്നിവ രാജ്നാഥ് സിംഗ് യോഗത്തിൽ വിശദീകരിച്ചു. രാജ്യത്ത് ഭിന്നിപ്പുണ്ടാക്കാമെന്ന് തീവ്രവാദികളും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരുന്നവരും കരുതി. എന്നാൽ ഒറ്റക്കെട്ടായി രാജ്യം അതിനെ നേരിട്ടുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. പ്രകോപനം തുടരുന്ന പാകിസ്ഥാനെതിരെ സൈനിക നീക്കങ്ങളുണ്ടാകുമെന്ന സൂചനകൾക്കിടെ റഫാൽ കരാറിൽ ഇന്ത്യയും ഫ്രാൻസും ഇന്ന് ഒപ്പുവച്ചു. 26 റഫാൽ മറൈൻ ജെറ്റുകൾ, ലോജിസ്റ്റിക് പിന്തുണ, ആയുധങ്ങൾ, പരിശീലന സിമുലേറ്ററുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് കരാർ. 2016 വ്യോമസേനയ്ക്കായി 32 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇന്ത്യ വാങ്ങിയിരുന്നു. പുതിയ കരാറോടെ ഇന്ത്യയുടെ റഫാൽ ശേഖരം 62 വർദ്ധിക്കും. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗങ്ങളാണ് ചേരുന്നത്. സംയുക്ത സൈനിക മേധാവിയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. സൈനിക നീക്കത്തിലും അതിർത്തിയിലെ സുരക്ഷയിലുമടക്കം നിർണായക തീരുമാനങ്ങൾ ഉടനുണ്ടായേക്കുമെന്നാണ് സൂചന. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24. ഇന്ത്യൻ ആക്രമണം ആസന്നമെന്ന് പാക് പ്രതിരോധ മന്ത്രി. ആക്രമണം നേരിടാൻ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും മന്ത്രി റോയിറ്റേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരണം. ഇന്ന് രാത്രി വ്യോമാഭ്യാസം പ്രഖ്യാപിച്ച് പാകിസ്ഥാൻ. ഇന്ത്യ പാക് തർക്കത്തിൽ നേരിട്ട് ഇടപെട്ടില്ലെന്ന് വ്യക്തമാക്കി ചൈന.
ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ചൈനീസ് വിദേശകാര്യ വക്താവ്. തുടർച്ചയായ 4ാം ദിനവും അതിർത്തിയിൽ പാക് പ്രകോപനം. വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾക്ക് സുരക്ഷാ സേന കടുത്ത മറുപടി നൽകി. പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചതിന് പിന്നാലെ കൂടുതൽ ആയുധങ്ങൾ കൈമാറാനാണ് ചൈനയുടെ നീക്കം. കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം ഭീകരാക്രമണത്തെ അപലപിച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയടക്കം പ്രധാന നേതാക്കളുടെ പ്രകോപന പ്രസ്താവനകളുടെ തുടർച്ചയിലാണ് അതിർത്തിയിലെ പ്രകോപനങ്ങൾ. കുപ്വാരയിലും പൂഞ്ചിലുമുണ്ടായ വെടിവെപ്പിന് ഇന്ത്യൻ സേന കനത്ത മറുപടിയാണ് നൽകിയത്. സമീപകാലത്ത് പൂഞ്ചിലുണ്ടായ ആദ്യ വെടിനിർത്തൽ കരാർ ലംഘനമാണ് പാക് ഭാഗത്തു നിന്ന് കഴിഞ്ഞ രാത്രി ഉണ്ടായത്. ബൈസരൻ വാലിയിൽ പിടഞ്ഞു വീണ നിരപരാധികളുടെ ഓർമ്മകളിൽ ജമ്മു കശ്മീർ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം മൗനം ആചരിച്ച് ആദരമർപ്പിച്ചു. മരിച്ചവരുടെ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ലെന്ന് ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പ്രത്യേക സമ്മേളനത്തിൽ പറഞ്ഞു. വികാരാധീനനായിരുന്നു ഒമർ അബ്ദുള്ളയുടെ പ്രസംഗം. मेजबान होते हुए मेरी जिम्मेदारी थी कि सही सलामत मैं इन्हें यहां से वापस भेजूं, नहीं भेज पाया और माफी मांगने के अल्फाज नहीं थे. അതേസമയം നിഷ്പക്ഷ അന്വേഷണമെന്ന പാകിസ്ഥാന്റെ പ്രഹസന ആവശ്യം ആവർത്തിച്ച ചൈനയും പ്രകോപന വഴിയിലാണ്. PL-15 ദീർഘദൂര മിസൈൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ പാകിസ്ഥാന് നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ചൈനയിൽ നിന്ന് ആയുധ ഇറക്കുമതിയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാന് പെഹൽഗാം പശ്ചാത്തലത്തിൽ കൂടുതൽ ആയുധങ്ങൾ നൽകാനാണ് ബീജിംഗിലെ ആലോചന. പെഹൽഗാമിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം, 24. കഞ്ചാവ് കേസിൽ റാപ്പർ വേടനും സുഹൃത്തുക്കൾക്കും ജാമ്യം. 9 പേർക്കും ജാമ്യം നൽകി. എന്നാൽ പുലിപ്പല്ല് കണ്ടെത്തിയ സംഭവത്തിൽ മൃഗവേട്ട വകുപ്പ് ചുമത്തി വനം വകുപ്പ് കേസെടുത്തു. വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്ത വേടന്റെ മാലയുടെ ചിത്രം 24 ലഭിച്ചു. ആരും കുടുക്കിയതല്ലെന്നും ഗൂഢാലോചന ഇല്ലെന്നും വേടൻ പറഞ്ഞു. വേടനെ കോടനാട്ടേക്ക് കൊണ്ടുപോയി. കാര്യങ്ങൾ പറയേണ്ട ആവശ്യമുണ്ട്. ഞാൻ വന്ന് കാര്യങ്ങൾ പറഞ്ഞു. കൊച്ചിയിൽ നിന്ന് നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേർന്നു. നിതിന, ലഹരിക്കേസിൽ ജാമ്യം കിട്ടിയെങ്കിലും പുലിപ്പല്ലിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും തുടർ നടപടികൾ? നാളെയാണോ കോടതിയിൽ ഹാജരാക്കുക? വിശദാംശങ്ങൾ. രാവിലെ 11 മണിയോടുകൂടിയാണ് വേടന്റെ കണിയാമ്പുഴയിലെ ഫ്ളാറ്റിൽ വെച്ച് ഹിൽ പാലസ് പോലീസ് നടത്തിയ പരിശോധനയിൽ കഞ്ചാവ് പിടികൂടുന്നത്. 9 പേരടങ്ങുന്ന സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. പക്ഷേ അതിനുശേഷം നടത്തിയ പരിശോധനയിൽ വേടന്റെ കഴുത്തിലെ മാല അത് പുലിപ്പല്ല് കൊണ്ടുണ്ടാക്കിയ മാലയാണ്. സ്വാഭാവികമായിട്ടും അത് വനംവകുപ്പിനെ പിന്നീട് പോലീസ് വിവരമറിയിക്കുകയും വനംവകുപ്പ് വന്ന് പരിശോധന നടത്തുകയും അതിനുശേഷം വിശദമായി നടത്തിയ പരിശോധനയിലാണ് അത് തമിഴ്നാട്ടിൽ നിന്ന് ഒരു ആരാധകൻ നൽകിയതാണെന്ന മൊഴി വേടൻ വനംവകുപ്പിനെ നൽകിയത്. പക്ഷേ അത് തന്റെ അറിവില്ലായ്മ കൊണ്ട് അല്ലെങ്കിൽ തനിക്ക് ഇത് ഇത്തരം കുറ്റകരമാണെന്നൊരു ബോധ്യമില്ല എന്ന് വേടൻ വനംവകുപ്പിന് മൊഴി നൽകിയെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യം നമുക്കറിയാം വന്യജീവിയുടെ നഖമോ അല്ലെങ്കിൽ പല്ലോ അത് കൈവശം വയ്ക്കുന്ന കുറ്റകരമാണ്. സ്വാഭാവികമായിട്ടും മൃഗവേട്ട വകുപ്പ് പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ജാമ്യം ലഭിക്കാവുന്നതും ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കും. ഇപ്പോൾ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിലും വേടനെ കോടനാടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വേടന്റെ കൂടെ പിടിക്കപ്പെട്ട 8 പേർക്ക് അത് കഞ്ചാവ് കേസിലാണ് അവർക്ക് ജാമ്യം ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ന് വേടന്റെ ഫ്ളാറ്റിൽ നടത്തിയ പരിശോധനയിൽ ആയുധങ്ങൾ പിടികൂടിയിരുന്നു. പ്രത്യേകിച്ചും കത്തിയടക്കമുള്ള ആയുധങ്ങൾ പിടികൂടിയിരുന്നു. അത് ആംസ് ആക്ട് വകുപ്പ് പ്രകാരം പോലീസ് കേസെടുക്കാൻ ആദ്യം പരിശോധിച്ചു. പക്ഷേ അതിന് മറ്റ് തടസ്സങ്ങൾ ഉണ്ടെന്ന് വ്യക്തമായ സാഹചര്യത്തിലാണ് പിന്നീട് ആ ഒരു നടപടിയിലേക്ക് കടക്കാതെ നേരെ വനംവകുപ്പിനെ കസ്റ്റഡിയിലേക്ക് കൈമാറിയിരിക്കുന്നത്. എന്തായാലും പുലിപ്പല്ല് കൈവശം വെച്ച കേസിൽ ഇപ്പോൾ വേടന്റെ അത് കുരുക്കായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അത് എവിടെ നിന്ന് ലഭിച്ചു, തമിഴ്നാട്ടിലെ ആരാധകൻ അത് മൃഗവേട്ട നടത്തി ലഭിച്ചതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കൈമാറിയതാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട്. അതിന് വേടനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ തീരുമാനം. എന്തായാലും തനിക്ക് ഇത് കുറ്റകരമാണെന്ന ബോധ്യമില്ല എന്ന് വേടൻ വ്യക്തമാക്കിയെങ്കിലും അത് നിയമപരമായി വേടനെ സംബന്ധിച്ച് വലിയ കുരുക്കുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നാളെ ഉച്ചയ്ക്ക് ശേഷം വേടനെ പെരുമ്പാവൂർ കോടതിയിൽ ഹാജരാക്കാനാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ തീരുമാനം. ഗൾഫ് ഫോക്കസ് തുടരുന്നു. റിയാദിലെ പ്രാദേശിക കൂട്ടായ്മകളുടെ പൊതുവേദിയായ ഫോർക്കയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമായി. ഇന്നത്തെ ലഹരി നാളത്തെ നാശം എന്ന പേരിൽ നടക്കുന്ന ബോധവൽക്കരണ പരിപാടി 6 മാസം നീണ്ടു നിൽക്കും. പ്രവാസി ഭാരതീയ പുരസ്കാര ജേതാവ് ഷിഹാബ് കൊട്ടുകാട് ക്യാമ്പയിന്റെ 1ാം ഘട്ടം ഉദ്ഘാടനം ചെയ്തു. ഫോർക്ക ആക്ടിംഗ് ചെയർമാൻ ജയൻ കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. കിങ് സൗദ് മെഡിസിറ്റി ട്രോമാ കെയർ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ ഇമാദ് അൽ ഹമൌദി ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ക്യാമ്പയിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കും വീട്ടമ്മമാർക്കും യുവാക്കൾക്കുമായി ലഹരിവിരുദ്ധ പ്രമേയത്തിൽ ചിത്രരചന, പോസ്റ്റർ ഡിസൈനിംഗ്, പ്രസംഗം, ഉപന്യാസം, കവിതാരചന തുടങ്ങിയ മത്സരങ്ങൾ നടത്തും. കൂടാതെ ലഹരിവിരുദ്ധ സെമിനാർ, ഷോർട്ട് ഫിലിം മത്സരം എന്നിവയും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ താരങ്ങളെ ചോദ്യം ചെയ്തതിൽ നിന്ന് നിർണായക വിവരങ്ങൾ എക്സൈസിൽ ലഭിച്ചു.
ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ഭാസി, മോഡലായ സൗമ്യ എന്നിവരെയാണ് അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്തത്. നടന്മാർക്ക് ലഹരി ഇടപാടുമായി നിലവിൽ ബന്ധമില്ല എന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. എന്നാൽ ഷൈന്, തസ്ലീമ, മോഡൽ സൗമ്യ എന്നിവരുമായി പെൺവാണിഭ ബന്ധങ്ങളുണ്ട്. സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് എക്സൈസിന് ഇക്കാര്യം സ്ഥിരീകരിക്കാനായത്. നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഷൈൻ ടോം ചാക്കോയെ എക്സൈസ് തൊടുപുഴയിലെ ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റി. എത്താൻ നിർദ്ദേശിച്ച സമയത്തിനും മണിക്കൂറുകൾക്ക് മുൻപേ നടന്മാർ ചോദ്യം ചെയ്യലിനായി ആലപ്പുഴയിലെ എക്സൈസ് ഓഫീസിലെത്തി. ആദ്യം എത്തിയത് ഷൈൻ ടോം ചാക്കോ, പിന്നാലെ ശ്രീനാഥ് ഭാസിയും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലിമയെ സംബന്ധിച്ചുള്ള ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് മൗനമായിരുന്നു ഇരുവരുടെയും മറുപടി. പിന്നാലെ എറണാകുളത്തെ മോഡൽ കെ സൗമ്യയും ചോദ്യം ചെയ്യലിന് ഹാജരായി. അത് അവളെ കുറിച്ച് അറിയാം, ഫ്രണ്ടാണ്. അപ്പൊ അതിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചത്. അറിയില്ല. ചികിത്സയിലാണെന്നും 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചു പോകണമെന്ന ഷൈന്റെ ആവശ്യത്തെ സംബന്ധിച്ച ചോദ്യത്തിന് അന്വേഷണ ഉദ്യോഗസ്ഥനായ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാറിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു. നമ്മൾ ചോദ്യം മൊഴിയെടുക്കാനായിട്ട് അവരെ വിളിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു ക്ലാരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലായിരിക്കും അതിന്റെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ. തുടർന്ന് 10 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് തുടക്കമായി. സൗമ്യയെ ചോദ്യം ചെയ്തതിൽ നിന്നും സിനിമാ മേഖലയിലെ ലഹരി പെൺവാണിഭ ഇടപാടുകൾ പുറത്തുവന്നു. റിയൽ മീറ്റ് എന്ന പേരിൽ പെൺവാണിഭ ഇടപാടാണ് ഷൈനുമായി ഉള്ളതെന്ന് സൗമ്യ എക്സൈസിനോട് സ്ഥിരീകരിച്ചു. കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമയുമായി 6 വർഷത്തെ അടുപ്പമുണ്ടെന്നും വ്യക്തമായി. വൈകിട്ട് 7:15 വീണ്ടും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടി വരുമെന്ന ഉറപ്പിന്മേൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി സൗമ്യ പുറത്തേക്ക്. നടന്മാരുമായുള്ളത് സൗഹൃദം മാത്രമെന്ന് പ്രതികരണം. ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. വേറെ ഫ്രണ്ട്ഷിപ്പാണ്, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. 1 വർഷമായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, അതിലൂടെ അത്രേ ഉള്ളൂ. അതിനപ്പുറത്തോട്ടൊന്നുമില്ല. അതെ 1 വർഷം. പിന്നാലെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് എക്സൈസിന്റെ തന്നെ വാഹനത്തിൽ ഷൈൻ ടോം ചാക്കോ തൊടുപുഴയിലേക്ക്. ചോദ്യങ്ങൾക്ക് അപ്പോഴും മൗനം. നടന്മാരെ ഇനിയും ചോദ്യം ചെയ്യലിന് വിളിച്ചു വരുത്താനുള്ള സാധ്യതയും അന്വേഷണ സംഘം തള്ളുന്നില്ല. ഇതിനകത്ത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിനിമാ മേഖലയെന്നോ അല്ലാതുള്ള ഒരാളെന്നോ ഇല്ല. ഞങ്ങൾ ഈ ഡ്രഗ് കേസാണ്. ആ ഡ്രഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരൊക്കെ ഇടപാടുകളുണ്ടോ അവരെ നമ്മൾ വിളിച്ച് ചോദിക്കും. ശ്രീനാഥ് ഭാസിയെയും പിന്നീട് വിട്ടയച്ചു. ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ എക്സൈസിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ലെങ്കിലും പ്രതികളുമായി പെൺവാണിഭ ഇടപാടുകൾ സ്ഥിരീകരിക്കാൻ എക്സൈസിനായിട്ടുണ്ട്. കേസിൽ നാളെ ഹാജരാകേണ്ടത് മുൻ ബിഗ് ബോസ് താരം ജിൻഡോയും സിനിമാ മേഖലയിലെ നിർമ്മാണ സഹായി ജോഷിയുമാണ്. ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ സിനിമാ മേഖലയിൽ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക് വീണ്ടും എക്സൈസ് ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വർഷങ്ങളായി സിനിമാ മേഖലയിൽ ലഹരി ഇടപാടുകൾ നടത്തുന്ന തസ്ലീമയുടെ ലഹരി കച്ചവടമാണ് ഇതോടെ പൊളിയുന്നത്. ഷിബിൻ ബഷീറിനൊപ്പം മനീഷ് മഹിബാൽ, 24 ആലപ്പുഴ. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.